ഇന്നിപ്പോൾ നമ്മൾ മഹാനവമി ദിനത്തിലെ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. വളരെ പ്രസിദ്ധമായ മലപ്പുറം ജില്ലയിലെ പൂന്താനം ശ്രീ മഹാവിഷ്ണു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് പോകുന്നത്. അപ്പോൾ അതെല്ലാം ഉൾപ്പെട്ടുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മുടെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതായാലും ബസ് കാത്തിക്കാണ്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങനെ ബസ് വരട്ടെ, എന്നിട്ട് വേണം പോകാൻ. ഇവിടെ ബസ് ഇറങ്ങി നേരെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ താലൂക്കിൽ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ പൂന്താനം ദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പെരിന്തൽമണ്ണ നിലമ്പൂർ റൂട്ടിലാണ് പൂന്താനം സ്ഥിതി ചെയ്യുന്നത്. ജ്ഞാനപ്പാന രചിച്ച ഭക്തകവി പൂന്താനത്തിന്റെ കുടുംബക്ഷേത്രമാണ് പൂന്താനം ക്ഷേത്രം. ക്ഷേത്രത്തിന് 1000 വർഷത്തെ പഴക്കം അനുമാനിക്കുന്നുണ്ട്. മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ. 400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഭക്തകവി പൂന്താനത്തിന്റെ വാർദ്ധക്യത്തിൽ ഗുരുവായൂർ ദർശനം അസാധ്യമായപ്പോൾ മനമുരുകിയ പ്രാർത്ഥനയുടെ ഫലമായി ഉണ്ണികൃഷ്ണന്റെ രൂപം ദർശിച്ച സ്ഥലത്ത് പൂന്താനം പ്രതിഷ്ഠിച്ച വിഗ്രഹം വെണ്ണ കൃഷ്ണനെ ശ്രീകോവിലിന്റെ ഇടത്തോറത്ത് കാണാം. പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്ന അപൂർവം വിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നാണ് പൂന്താനം ക്ഷേത്രം. ഇവിടെ ഉപദേവനായി ഗണപതിയുണ്ട്. പൂന്താനം ദിനം, വിഷുക്കണി, ശ്രീകൃഷ്ണ ജയന്തി, നവരാത്രി, കുചേല ദിനം തുടങ്ങിയവ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളാണ്. ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴിയാണിത്. പ്രദക്ഷിണം ചെയ്യാം. പൂന്താനത്തിന്റെ പ്രിയപ്പെട്ട വാമപുരാധീശൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മറ്റൊരിടത്തും ഉപദേവനായി ശ്രീകൃഷ്ണ പ്രതിഷ്ഠ ഇല്ല. ഇതാണ് പൂന്താനം ക്ഷേത്രത്തിന്റെ പ്രാധാന്യം. ഈ ക്ഷേത്രവും പടിഞ്ഞാറ് ഭാഗത്തുള്ള പൂന്താനം ഇല്ലവും ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുക്കുകയുണ്ടായി. പൂന്താനം ഇല്ലം അവിടെയാണ്. മനസ്സിലായി. നമുക്ക് അവിടെ വീഡിയോ എടുക്കാനൊക്കെ പ്രത്യേകം പെർമിഷൻ വാങ്ങിക്കണം. അപ്പോൾ അത് പിന്നീട് ഒരിക്കലും എപ്പോഴെങ്കിലും നമുക്കൊന്ന് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അവിടെയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.